ഹായ്, എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നിവിടെ ഞാൻ പുതിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് പാഷൻ ഫ്രൂട്ടൊക്കെ കിട്ടിയായിരുന്നു. ഇന്ന് ഓരോരുത്തരും അടുത്തു നിന്നൊക്കെ അവരുടെ വീട്ടിലുണ്ടാകുന്നതൊക്കെ കൊണ്ടുതരും. അതുകൊണ്ട് എല്ലാ നാടൻ വിഭവങ്ങളും നമുക്ക് കിട്ടും. ഇന്ന് പിന്നെ ഒരു ഓമയ്ക്ക കിട്ടിയായിരുന്നു, അടുത്തൊരു അങ്കിള് കൊണ്ട് തന്നു രാവിലെ. പിന്നെ ആണെങ്കിൽ ഞങ്ങളുടെ ചക്ക ഉണ്ടോ, ഇപ്പം താമസിച്ചാണേ വീണത്. അതുകൊണ്ട് ഇനി അതൊക്കെ വിളഞ്ഞു വരുമ്പോൾ ഒരു സമയമാവും. അപ്പം ഇത് നല്ല തേൻവരിക്കയാണ്, പക്ഷെ നല്ല തേൻവരിക്ക ചക്കയൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങനെ കൊതിച്ചിരിക്കുമായിരുന്നു. അപ്പോഴായിരുന്നു ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു ആൻറ്റി പഴുത്ത ചക്ക കൊണ്ട് തന്നത്. അത് നല്ല തേൻവരിക്കയായിരുന്നു. ബഡ് പ്ലാവിൻ്റെ ചക്കയാണ് അത്. പിന്നെ അത് നല്ല ടേസ്റ്റായിരുന്നു. കഴിക്കുമ്പോൾ എന്ത് സന്തോഷമല്ലേ. നമ്മൾ വീട്ടിൽ കായ്ക്കുന്ന സാധനങ്ങളൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. പിന്നെ ആണെങ്കിൽ ഞങ്ങൾ ജാമ്പയ്ക്ക ഉണ്ടായിരുന്നു, അത് ഇന്ന് രാവിലെ ജാമ്പയ്ക്ക എല്ലാം പറിച്ചു. ഒരുപാടുണ്ടായിരുന്നു, നന്നായിട്ട് ഇപ്രാവശ്യം പിടിച്ചു. പിന്നെ ചൂടുകൊണ്ടായിരിക്കും കുറേയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു വീഴും. ഇനിയും ഉണ്ട്, പിങ്ക് കളറാകണം കുറച്ചുകൂടെയൊക്കെ, ഇനി നിൽപ്പുണ്ട്. അപ്പോൾ ജാമ്പയ്ക്കയും കൂടെ കിട്ടിയപ്പം ഭയങ്കര സന്തോഷമായി. അതിന് അച്ചാറൊക്കെ ഇടണം, നല്ല ടേസ്റ്റാണ് ജാമ്പയ്ക്ക അച്ചാർ. ജാമ്പയ്ക്ക എല്ലാവർക്കും ഇഷ്ടമാണോ? അച്ചാർ ഇഷ്ടമാണോ? പിന്നെ നന്നായിട്ട് അച്ചാറൊക്കെ ഇട്ട് വെച്ചിരുന്നാൽ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. പിന്നെ വിനാഗിരിയൊക്കെ ഒഴിച്ച് നല്ല അച്ചാറൊക്കെ ഇട്ട് വയ്ക്കാം. അപ്പോൾ എന്താണേലും നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഉണ്ടാകുവാണേലും നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. പിന്നെ ചെറിയ പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട്. പിന്നെ മാങ്ങ ഉണ്ട്, ഇപ്രാവശ്യമാണ് പിടിച്ചത്, കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചതേ ഇല്ല. അത് കുഞ്ഞൊരു മാവാണ്, ബഡ് മാവാണ്. അത് നിറച്ച് പൂത്തിട്ടുണ്ട്, കുറച്ച് മാങ്ങയൊക്കെ പിടിച്ചു. പിന്നെ ഇത് റോബസ്റ്റ വാഴയാണ്. പിന്നെ കരിമ്പൊക്കെ ഉണ്ട്, അതും നല്ല വിളഞ്ഞ് നിൽക്കുവാണ്. പിന്നെ ഇത് ആപ്പിൾ ചാമ്പയാണ്, അത് സീസൺ ആയില്ല. ആപ്പിൾ ചാമ്പ ഇനിയിപ്പോൾ കായ്ക്കും, സീസൺ ആകുമ്പോൾ കായ്ക്കും. പിന്നെ പച്ചമുളകുണ്ട്, തക്കാളിയുണ്ട്. പിന്നെ ക്യാബേജ് ആണെങ്കിലും 3-4 എണ്ണം നമുക്ക് ആവശ്യത്തിന് കിട്ടിയായിരുന്നു. നല്ല ടേസ്റ്റാണ് ക്യാബേജിൻ്റെ ഈ ഇലയുമൊക്കെ ഞങ്ങൾ തോരൻ വയ്ക്കും. നടുക്കുള്ള ഒരു ഇത് കളഞ്ഞിട്ട് നന്നായിട്ട് അരിഞ്ഞ് തോരനൊക്കെ വയ്ക്കും. പിന്നെ വലിയ വയലറ്റ് കളറിലെ വഴുതനയാണ് ഇത് നിത്യവഴുതനങ്ങയാണ്. നിത്യവഴുതനങ്ങ നല്ലതാണ്, ഒരുപാട് പിടിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.